ടോബി നമുക്കൊപ്പം ഉണ്ട്. ഇവിടുത്തെ ഈ മണ്ഡലത്തിന്റെ ചെറിയ ചിത്രമൊക്കെ പറയാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ടോബി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഈസ്റ്റർ ആണ്. എന്നിട്ട് പോലും ഇവിടെ കുറച്ച് പേരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈസ്റ്ററിന്റെ ഒരു ആലസ്യം ഒന്നും അവരെ ബാധിച്ചിട്ടില്ല. കാരണം ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അത്രയ്ക്കുണ്ട്. അവരോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ചേട്ടന്റെ പേരെന്താ? മധു. ചേട്ടന് ഇവിടെ പുതുപ്പള്ളിക്കാരൻ തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കുന്നുണ്ടോ എല്ലാവരും? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? ആര് ജയിക്കുന്നു ചോദിച്ചാലോ പറയാൻ പറ്റില്ല ചേട്ടന്. എന്നാലും പൊതുവെ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകനോട് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം തന്നെ ഉണ്ടോ ഇപ്പോഴും? LDF-ന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഭരണമാറ്റം ഉണ്ടാവണം എന്നാണോ? അതിന്റെ കാരണം എന്താ ചേട്ടാ? ഭരിച്ചിട്ടും പുതുപ്പള്ളി ഇത് കണ്ടില്ലേ കിടക്കുന്നത്, യാതൊരു വികസനവും ഇല്ല. അപ്പൊ വികസനം വരണം, മാറ്റം ഉണ്ടാവണം. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവണം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുതുപ്പള്ളിയിൽ ഈ 53 വർഷം ഒരു കണക്ക് പറയുന്നുണ്ട്. ഈ 53 വർഷം നിങ്ങൾക്ക് തന്നെ നോക്കിയറിയാം പുതുപ്പള്ളിയുടെ വികസനം. പുതുപ്പള്ളിയുടെ അപ്പുറം ഒരു സ്റ്റാൻഡുണ്ട്, നിങ്ങൾക്ക് നോക്കിയറിയാം. ഒരു വഴിയുടെ വികസനം തന്നെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വെറുതെ പൊയ്മുഖങ്ങൾ പറയുന്നേ ഉള്ളൂ. 53 വർഷമായിട്ട് പുതുപ്പള്ളി ഭയങ്കര പുരോഗതിയിലാണ്. ഇപ്പം ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് ഞാൻ ഒരു വ്യക്തിപരമായിട്ട് കുറ്റം പറയുന്നില്ല. ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളി 2.5 വർഷം ചെയ്തുകൊണ്ട് ഒന്നും കാണാനില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, വ്യക്തിപരമായിട്ട് പറയുന്നത്. ഞാൻ പുതുപ്പള്ളിക്കാരനാണ്, അവിടെ ജനിച്ചു വളർന്ന ആളാണ്. ശരിക്കും ഇവിടെ ഒരു വികസനം നടന്നില്ല. റോഡ് വികസനം ഒന്നും നടന്നിട്ടില്ല. ഒരു സംഭവം പുതുപ്പള്ളി ഇല്ല. വെറുതെ പൊയ്മുഖങ്ങൾ വികസനം വേണം, മാറ്റം ഉറപ്പായിട്ടും വേണം. ഞങ്ങൾ തീർച്ചയായിട്ടും മാറ്റം പ്രതീക്ഷിക്കും. ചക്കര നിനക്ക് വോട്ടില്ലെന്ന് അറിയാം. പേരെന്താ? കല്യാണി. നല്ല പേര്, അടിപൊളി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കല്യാണിക്ക് രാഷ്ട്രീയൊക്കെ ഇഷ്ടമാണോ? കല്യാണി ഉമ്മൻചാണ്ടി സാറിനെ അറിയായിരുന്നോ? ഇഷ്ടമായിരുന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടത്തേക്ക് രാഷ്ട്രീയൊക്കെ നോക്കുന്നുണ്ട്? വാർത്തയൊക്കെ കേൾക്കാറുണ്ടോ? 24 കാണാറുണ്ടോ? വെക്കേഷൻ ആണ് അല്ലേ? അടിച്ചു പൊളിക്ക്. വെക്കേഷനൊക്കെ നല്ല അടിച്ചു പൊളിക്ക്. മാറണം. അതായത് UDF-ന്റെ സർക്കാർ വരണ്ടേ? അതുപോലെ തന്നെ 2.5 കൊല്ലമായിരുന്ന ചാണ്ടിയുമ്മൻ നല്ല വികസന പരിപാടികളാണ് ചെയ്തേക്കുന്നത്. ഈ 2.5 കൊല്ലമായിരുന്ന ഒരു MLA-ക്ക് 48 വീട് വെച്ച് കൊടുക്കാമെങ്കിൽ, അതിൽ നല്ലൊരു ഭവനങ്ങൾ രഹിതമായിട്ടുള്ളവർക്ക് കൊടുക്കാമെങ്കിൽ അതല്ലേ നല്ലത്. ചാണ്ടിയുമ്മന്റെ ഈ പ്രവർത്തനങ്ങളെ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിനെ നിങ്ങൾ മണ്ഡലത്തിലുള്ളവരെ എങ്ങനെയാണ്? ഞങ്ങൾ നല്ല രീതിയിൽ കാണും. ഈ ഫ്ലെക്സ് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പറയാം. അതെ. അതായത് നല്ല കാര്യമാണ്. അതായത് ഞങ്ങൾ പല വീടുകളിൽ ചെന്ന് കയറുമ്പോൾ ഞങ്ങളുടെ മുതിർന്ന ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ MLA-യുടെ തീരുമാനം നല്ലൊരു തീരുമാനമാണ്. അതായത് ഫ്ലെക്സ് വേണ്ട, ബാനർ വേണ്ട, ഇതൊന്നും വേണ്ടെന്നാണ്, ബോർഡുകളൊന്നും വേണ്ടെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു നല്ല തീരുമാനമാണെന്നാണ് അവരുടെ അഭിപ്രായം.